റോണി കെ ബേബി, ശ്രീ വി ജോയ് പറഞ്ഞതിനേക്കാൾ ഇത്തിരി കൂടി അല്പം കടന്നുകൂടി പറയേണ്ടതുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ 500 കോടിയുടെ വെട്ടിപ്പ് നടത്തിയ ആളാണ്. അദ്ദേഹമാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് മാതൃക കാട്ടിക്കൊടുക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടം ഇങ്ങ് താഴെത്തട്ടിലേക്ക് കൊടുക്കുന്ന സന്ദേശം അതുതന്നെയാണ് അവർ ഇവിടെ ഇങ്ങ് താഴെത്തട്ടിൽ വരെ പകർത്തുകയും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രൂരതയുടെയും അപരാധത്തിൻ്റെയും അസാൻമാർഗിക പ്രവൃത്തികളുടെയും ഒരു കൂടാരമായി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാറുന്നു. അതായത് എങ്ങനെയാണോ നേരത്തെ വി ജോയ് പറഞ്ഞ പോലെ യഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണോ നരേന്ദ്രമോദി രാജ്യത്ത് നൽകുന്ന സന്ദേശം, എന്താണോ അമിത്ഷാ പറയുന്നത്, എന്താണോ രാജീവ് ചന്ദ്രശേഖർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് താഴെത്തട്ടിലേക്ക് പോകുന്ന അടിമുടി അപരാധത്തിൽപ്പെട്ട ഒരു പാർട്ടിയാണ് BJP. അത് ഒരുപക്ഷെ വി ജോയ് പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അവർ കൊണ്ടുവെക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിയണം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അത് കോൺഗ്രസിന് കൂടി വലിയ ബാധ്യത ഉണ്ടെന്ന് കൂടി തന്നെയാണ് വി ജോയ് പറഞ്ഞു വെച്ചത്. കാരണം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി BJP നേതാക്കളും മാറുന്നു. അവര് പർച്ചേസ് ചെയ്ത പണം കൊടുത്തു തന്നെ പർച്ചേസ് ചെയ്ത MLA മാരും മുൻ MLA മാരും MP മാരും ഉൾപ്പെടെ ഉള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 1000-ന് മുകളിലാണ്. കോടാനുകോടി രൂപയുടെ ഫണ്ട് നമ്മൾ കണ്ടു. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന്റെ 90% പോയത് ഭാരതീയ ജനതാ പാർട്ടി അല്ലെ BJP എന്ന് പറയുന്ന പാർട്ടിക്കാണ്. ഇന്ത്യയിലെമ്പാടും ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര എന്ന രീതിയിൽ പണം വാരി എറിഞ്ഞ് ഓരോ MLA ഒക്കെ തലയ്ക്ക് ഇട്ട വില 50 കോടിയും 100 കോടിയും ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കറിയാം. എത്ര കോടി രൂപയാണ്, 40 കോടിയൊക്കെയാണ് ഒരു ജില്ലയിലേക്ക്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് വരുന്നത്. അത്രമാത്രം വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ന് BJP മാറിയിരിക്കുന്നു. അവരെങ്ങനെയാണ് ഇത്രയും സമ്പത്ത് സമാഹരിക്കുന്നത്? അത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുക. മണ്ണ് മാഫിയ, അധോലോക മാഫിയ, ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJPയുടെ മുൻ വക്താവായിട്ടുള്ള MS കുമാർ, അദ്ദേഹം കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ BJPക്ക് വേണ്ടി വന്നിട്ടുള്ള BJPയുടെ ഒരു വക്താവാണ് MS കുമാർ. ഒരാഴ്ച മുന്നെയാണ് MS കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ടായി. അത് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ച ചെയ്തതാണ്. നമ്മളിപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ്. തിരുമല അനിലിന്റെ അല്ലെങ്കിൽ കൗൺസിലറായിരുന്ന അനിൽകുമാറിന്റെ സാഹചര്യങ്ങൾ എല്ലാം വ്യക്തമായി പറഞ്ഞുകൊണ്ട് സത്യസന്ധരായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെല്ലാം തിരുമല അനിൽ അനിൽകുമാറിന്റെ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അവിടെ ഒരു ബാങ്ക് അല്ലെങ്കിൽ MS കുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സഹകരണ ബാങ്ക്, ഇതിന് 90% വായ്പകളും പോയിരിക്കുന്നത് BJPയുടെ നേതാക്കന്മാർക്കാണ്. അതും BJPയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ നേതാക്കൾക്കാണ്. അവരാരും ഈ പണം തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ തിരുമല അനിലിനെ പോലെയുള്ള ഒട്ടനവധി BJP പ്രവർത്തകർ, അദ്ദേഹം ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതറിയോ? തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം ചർച്ച ചെയ്യേണ്ടത് പാലസ്തീനോ ഗാസയോ വോട്ട് ചോരിയോ അല്ലെങ്കിൽ SIR ഒന്നുമല്ല, മറിച്ച് ഇതുപോലെയുള്ള BJP നേതാക്കന്മാരുടെ സാമ്പത്തിക തട്ടിപ്പാണ്, സാമ്പത്തിക ക്രമക്കേടാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ശ്യാമള S പ്രഭു എന്ന് പറയുന്ന കൊച്ചി കോർപ്പറേഷനിലെ BJP കൗൺസിലർ, അവരവിടുത്തെ വളരെ ജനകീയായിട്ടുള്ള കഴിഞ്ഞ 30 വർഷമായി 1989 മുതൽ 3 പതിറ്റാണ്ടായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ശ്യാമള S പ്രഭു. അവർ BJP വിട്ടു. അവർ BJP വിട്ടപ്പോൾ അവർ പറഞ്ഞ കാരണങ്ങൾ, അവര് ഇപ്പോൾ റിബലായി പോലും മത്സരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അവര് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ്. പുത്തൻ സാമ്പത്തിക ശക്തികൾ BJP ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, BJP അവരുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്തെ തന്നെ മറ്റൊരു BMS നേതാവായിട്ടുള്ള R സതീഷ്, അദ്ദേഹം അവിടെ വളരെ കൃത്യമായി തന്നെ ഫേസ്ബുക്ക്, അദ്ദേഹം അവിടെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ തന്നെ നിരത്തിയിരിക്കുകയാണ് BMSന്റെ നേതാവായിട്ടുള്ള. കാരണം ഇതുപോലെയുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾക്ക് BJP നേതാക്കൾ നേതൃത്വം കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അപകടകരമായിട്ടുള്ള സൂചനകളാണ്. ഇവിടെ സമഗ്രാധിപത്യത്തിന് ഞാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു പറയും, എതിർ ശബ്ദങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവരുടെ ഒരു പൂർണ്ണ ആധിപത്യത്തിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ അധികാരത്തിൽ വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചില പോക്കറ്റുകളിൽ മാത്രമാണ് BJPക്ക് ആധിപത്യമുള്ളത്.
പക്ഷെ അവർക്ക് സ്വാധീനമുള്ള അവരുടെ പോക്കറ്റുകളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കൊച്ചി ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, കേരളത്തിലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് BJPയുടെ യഥാർത്ഥ സ്വഭാവം? എന്താണ്? ഇതുപോലെയുള്ള ക്രിമിനലുകളെ, ഇതുപോലെയുള്ള അഴിമതിക്കാരെ, ഇതുപോലെയുള്ള സാമ്പത്തിക തട്ടിപ്പുകാരെ, പുത്തൻ കുറ്റിക്കാരെ ഒന്നും വേണ്ടല്ലോ. ഞാൻ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുകയല്ല. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ഒരു വ്യക്തി, അദ്ദേഹം കേരളവുമായി അത്ര വലിയ മുക്കുൾക്കൊടി ബന്ധമൊന്നുമുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കർണാടകയിലാണ്. അദ്ദേഹം കർണാടകയിൽ നിന്നാണ് രാജ്യസഭ MP ആയത്, കേന്ദ്രമന്ത്രിയായത്. അദ്ദേഹം നേരെ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വരികയാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായതും BJP നേതാവായതും ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടതും? ഈ കേരളത്തിലൊക്കെ സത്യസന്ധരായി പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ BJPയുടെ നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം തലയ്ക്ക് മുകളിലൂടെ കേരളത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത, BJPക്ക് വേണ്ടി കേരളത്തിൽ ഒരു പ്രവർത്തനം നടത്താത്ത ഒരു നേതാവിനെ കർണാടകയിൽ നിന്നും ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവരുമ്പോൾ തന്നെ അതിനുള്ള സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്.